വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അത് പ്രധാനമന്ത്രി പറഞ്ഞതുകൊണ്ടോ മറ്റൊരു തരത്തിലല്ല നമ്മൾ ഈ വീഡിയോയെ സമീപിക്കുന്നത്. വർഷങ്ങളായി പറയുന്ന ഒരാവശ്യം പരിസ്ഥിതി പ്രവർത്തകരും അതുപോലെ തന്നെ എൻവയോൺമെൻ്റലിസ്റ്റുകളും സയൻറ്റിസ്റ്റുമാരും ടെക്നോക്രാറ്റുകളും ഒക്കെ പറയുന്ന ഒരാവശ്യമുണ്ട്. ബദൽ ഊർജ സ്രോതസ്സുകളെക്കുറിച്ച് രാജ്യം ചിന്തിക്കണം. ഇന്ന് ലോക ജൈവ വൈവിധ്യ ദിനം കൂടിയാണ്. ഭാരതത്തിലെ പോലുള്ള ഒരു രാജ്യത്ത് പുതിയ ഇന്ധന രീതികളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. രാമർ പെട്രോളിയത്തെക്കുറിച്ച് നമ്മൾ കേട്ടു, ഒരു ജൈവ ഇന്ധനത്തെ. അവസാനം അത് കൊണ്ടുവന്ന അദ്ദേഹത്തെ രാമറിനെ എന്തൊക്കെ നമ്മൾ ചെയ്തു എന്നുള്ളത് നമുക്കിതിനറിയില്ല. നമ്മുടെ ലോബികൾ. ഇപ്പോൾ ലോകം എത്തി നിൽക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി 2050 അത് വരാൻ പോകുന്ന പ്രതിസന്ധിയാണ്. ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമുള്ളത് കണ്ടെത്തിയേ കഴിയൂ. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ രാജ്യത്ത് കുറയുന്നു, രാജ്യാന്തര തലത്തിൽ കുറയുന്നു. ഇനി വരുന്ന 2050 കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് എണ്ണ കൊണ്ട് ജീവിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ ആഡംബരം കാണില്ല. കാരണം അത് കുറഞ്ഞു വരികയാണ്. പെട്രോളിൻ്റെ ഉൽപ്പന്നങ്ങളുടെ അവസ്ഥ കുറഞ്ഞു വരുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ ഇനി നമുക്ക് വല്ലാതെ ഉപയോഗിക്കാൻ കഴിയില്ല. അന്തരീക്ഷ താപനില 2 ഡിഗ്രിയിലേക്ക് പോകുന്നു എന്നൊരു കണക്കുകൾ വരുന്നു. 1.5 ഡിഗ്രി ആകുമ്പോൾ തന്നെ പ്രശ്നമാണ്. 2ലേക്ക് പോയാൽ പിന്നെ വലിയ പ്രതിസന്ധിയാണ്. കടൽ നിരപ്പ് ഉയരുക, ഹിമാനികൾ ഉരുകുക, മഴയും വെയിലും മാറി മാറി വേനലും മഴയും വരിക വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. ലോകത്ത് ജീവജാലങ്ങൾക്ക് കഴിയാൻ കഴിയില്ല, മനുഷ്യർക്കുൾപ്പെടെ. അപ്പോൾ അതൊരു വശത്ത് നിൽക്കുന്നു. അപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഡീസൽ ഉൽപ്പന്നങ്ങളും ഒക്കെ കൊണ്ട് മാത്രം ഇനി ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും ഉള്ള വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിച്ചെടുത്ത് അങ്ങനെയുള്ള ഇന്ധനമുള്ള കാറുകളും വാഹനങ്ങളും ജപ്പാനും ചൈനയും എല്ലാം കണ്ടുപിടിച്ച് ലോകത്ത് അത് ഗൗരവമായി നീങ്ങുകയാണ്. ബദൽ ഊർജ സ്രോതസ്സുകൾ തേടിക്കൊണ്ടല്ലാതെ ഇപ്പോൾ ബയോഗ്യാസ് കൃത്യമായി നമുക്ക് തേടാവുന്നൊരു ഊർജ സ്രോതസ്സാണ്. പക്ഷെ അതിനകത്ത് വലിയ ഗവേഷണം നടക്കണം. ഇപ്പോഴും അത് പ്രിമെച്യൂർ സ്റ്റേജിലാണ് കിടക്കുന്നത്. അത് വളരെ ഗൗരവതരമായി ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ മോഡേൺ മോഡലുകൾ പ്രൊഫഷണലായി ഉണ്ടാകേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരുകൾ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യമാണ്. അനർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അനർട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഗവേഷണവും അവിടെ നടക്കുന്നില്ല. അനർട്ട് കണ്ടുപിടിച്ചൊരു പ്രോഡക്റ്റ് പറഞ്ഞ് ഒരു ഗവേഷണവും നടക്കുന്നില്ല. അവിടെ വരുന്നു, ആയാറാം കെയർ ഉദ്യോഗസ്ഥരിയ്ക്കുന്നു, കുറച്ച് സോളാറിന് ആവശ്യമായ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ ആൾട്ടർനേറ്റീവ് റിന്യൂവബിൾ എനർജി എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്തുകൊണ്ട് പ്രായോഗികമാണോ എന്ന് ചിന്തിച്ചുകൂടാ? മിനി മൈക്രോ പ്രോജക്റ്റുകൾ ഇലക്ട്രിസിറ്റിയിൽ നമുക്ക് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? ചിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിച്ചുകൂടാ? മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യത ഇപ്പോൾ നിംസ് മെഡിസിറ്റി നെയ്യാറ്റിങ്കരയിൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ എന്തുകൊണ്ട് നമുക്ക് നടപ്പിലാക്കിക്കൂടാ? ചാണക ഇന്ധനത്തെ പ്രയോജനപ്പെടുത്തുന്ന ഹോട്ടലുകൾ കോയമ്പത്തൂരിലുണ്ട്. മനുഷ്യൻ്റെ വേസ്റ്റ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, മനുഷ്യ ശരീരത്തിൽ നിന്ന് പോകുന്ന വേസ്റ്റ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഗ്യാസ് ചേമ്പറുകളും ഗ്യാസ് അടുപ്പുകളും കോയമ്പത്തൂരിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം പുതിയ പുതിയ മാർഗങ്ങളാണ്, പുതിയ രീതികളാണ്. ബദൽ ഊർജ സ്രോതസ്സുകളെ തേടിക്കൊണ്ടുള്ള ഒരു അന്വേഷണം രാജ്യത്ത് നടക്കേണ്ടതുണ്ട്. ഇത് രാജ്യത്ത് നടക്കണമെന്ന് പറഞ്ഞാൽ ഇതിൽ R&D ഇല്ല എന്നുള്ളതാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സ്റ്റൻഷൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. കേരളത്തിലും അത് തന്നെയാണ്. പുതിയ മന്ത്രിസഭ ഗൗരവമായി ആലോചിക്കേണ്ടുന്ന കുറച്ച് നല്ല ആശയങ്ങളുണ്ട്. അത് നമ്മൾ പുസ്തക രൂപത്തിലാക്കി സർക്കാരിലെ പ്രധാനപ്പെട്ട ആളുകൾക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ആശയമാണ് ബദൽ ഊർജ സ്രോതസ്സുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അത് വേസ്റ്റിൽ നിന്നുള്ള ബദൽ ഊർജ്ജമായാലും കാറ്റിൽ നിന്നുള്ള ഊർജ്ജമായാലും ഇതെല്ലാം ഇപ്പോൾ നിൽക്കുന്ന ചില പ്രശ്നങ്ങളും പരിമിതികളും ഒക്കെ ഉണ്ടിപ്പോൾ. ഇതിനുള്ള R&D പ്രവർത്തനം നടക്കണം. എത്ര രൂപ കൊടുത്താലും അത് നഷ്ടമല്ല. ഇതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കണം. അങ്ങനെ നടത്തി അതിൻ്റെ എക്സ്റ്റൻഷൻ പിന്നെ നടക്കണം. ആ ഡെവലപ്മെൻറ്റ് ചെയ്താൽ
റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്താൽ അതിൻ്റെ എക്സ്റ്റൻഷൻ പിന്നെ നടക്കണം. വീടുകളിലെ ജൈവ വേസ്റ്റ് എങ്ങനെയാണ് വളരെ കൃത്യമായി നമുക്ക് വാർഡ് അടിസ്ഥാനത്തിലൊക്കെ ശേഖരിച്ച് അത് ബയോഗ്യാസ് ആക്കി മാറ്റി അതിനെ എങ്ങനെ ലാർജ് സ്കെയിലിൽ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള മിനി മൈക്രോ പ്ലാന്റുകളെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടി വരും. അപ്പോൾ പുതിയത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക, പുതിയ ആശയങ്ങൾക്കനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക, അതിൻ്റെ റിസർച്ച് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ രാജ്യത്ത് ഇപ്പോൾ ലോകത്തെ ഒരു വലിയ പ്രതിസന്ധി, ഞാൻ പറഞ്ഞു 2050 പ്രതിസന്ധിയൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഇസ്രായേലിലെയും അറേബ്യൻ രാജ്യങ്ങളിലെയും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഒരു ഇറാനും ഇറാഖും ഒക്കെ തമ്മിലുള്ള യുദ്ധവും കൂടി ഒരു പ്രധാന വിഷയമാണ്. ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ധനം കൊണ്ടുവരുന്നതിനും ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ 2 പ്രാവശ്യം പെട്രോളിൻ്റെ വിലയും കൂട്ടിയിരിക്കുകയാണ്. ഒരിക്കൽ 4 രൂപ കൂട്ടി, ഇപ്പോൾ 90 പൈസ കൂട്ടി, ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. പെട്രോളിൻ്റെ ലഭ്യതയെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബദൽ ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ച് ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത് അങ്ങനെ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തിക്കൊണ്ടല്ലാതെ വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ആവശ്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയില്ല, നമുക്ക് പിന്നെ നിവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് രാജ്യവും കേരളവും ഒക്കെ പോകുന്നത്. ഇതിനുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരു തുടക്കം, ഒരു ടോക്കൺ പരിപാടി ഈ ബഡ്ജറ്റിലൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതും കൗതുകമായ കാര്യമാണ്. വളരെ കൃത്യമായ ഒരു ചിന്തയാണ് നമുക്ക് പങ്കുവെക്കേണ്ടത്. മനുഷ്യൻ്റെ വേസ്റ്റിൽ നിന്നും, ചാണകത്തിൽ നിന്നും, അതുപോലെ തന്നെ വീട്ടിലുണ്ടാകുന്ന ജൈവമാലിന്യത്തിൽ നിന്നും ഒക്കെ പുതിയ ഊർജം കണ്ടുപിടിക്കാൻ കഴിയുന്ന പുതിയ കാലഘട്ടത്തിന് ഇതിൻ്റെ R&D പ്രവർത്തനം നടക്കണം. കൃത്യമായി നടത്തി അത് നമുക്ക് ചില മാതൃകകൾ രാജ്യത്തും, ഞാൻ കോയമ്പത്തൂരിൻ്റെ ഉദാഹരണം പറഞ്ഞു, കോയമ്പത്തൂരിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് സന്നദ്ധ സംഘടനകളാണ് ഈ രംഗത്ത് കുറേ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയൊക്കെ ചെയ്യേണ്ട പണി അതാണ്. അല്ലാതെ സയൻസ് കോൺഗ്രസ് നടത്തി ഈ കുറേ പ്രൊഫഷണലുകളുടെ പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്ത് അവിടെ ഒരു 500 പേജുള്ളൊരു 500 കോപ്പി അടിച്ച് ഒരു ബുക്ക് അടിച്ച് വെച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. ഇത്തരത്തിൽ R&D പ്രൊമോട്ട് ചെയ്യുന്ന സംവിധാനം ആവശ്യം വരുമോ? അങ്ങനെ ഒരു R&D ഡെവലപ്മെൻറ്റ് സെൻറ്റർ കേരളത്തിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ ഇത്തരത്തിലുള്ള റൂറൽ ടെക്നോളജിയും അതുപോലെ ആൾട്ടർനേറ്റീവ് ടെക്നോളജിയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു R&D സ്ഥാപനം കേരളത്തിൽ തുടങ്ങുമോ? അത് കുറച്ച് പേർ കൂടി ചാപ്പാടിടാനുള്ള, ഇഷ്ടക്കാരെ കയറ്റിയെടുത്ത് ചാപ്പാടിടാനുള്ളൊരു സ്ഥാപനമല്ല. അവിടെ ജോലി കിട്ടണമെങ്കിൽ വളരെ കൃത്യമായ എക്സ്പീരിയൻസും കഴിവും താല്പര്യവും എക്സ്പെർട്ടൈസും ഉള്ളവർക്കേ ജോലി കൊടുക്കാവൂ. അങ്ങനെയുള്ള ഒരു R&D പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാവണം, രാജ്യത്ത് ഉണ്ടാവണം. എന്തായാലും ബദൽ ഊർജ്ജ സ്രോതസ്സുകളെ തുടങ്ങി, അത് ഹൈഡ്രജനിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് എടുക്കുന്ന ഹൈഡ്രജനാകട്ടെ, തിരമാലയാവട്ടെ, കാറ്റാകട്ടെ, മാലിന്യമാകട്ടെ, ബയോഗ്യാസ് ആകട്ടെ, അങ്ങനെ വളരെ വ്യത്യസ്ത തരത്തിലുള്ള ബദൽ ഊർജ്ജ സ്രോതസ്സുകളെ തേടിക്കൊണ്ട് മാത്രമേ ഇനി രാജ്യത്തിനും സംസ്ഥാനത്തിനും മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ.